രാഹുൽ ഈശ്വർ നമുക്കൊപ്പം അതിഥിയായി തുടരുന്നുണ്ട്. രാഹുൽ, നമ്മളിപ്പോൾ ഇത്രയും നേരം കുറച്ച് ജനറൽ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഒരു മറുപടി കൂടെ പറയൂ. എന്റെ ജീവിതത്തിൽ പറ്റിയ വിമൻസ് ഈവനിങ്ങിൽ പറയാൻ കഴിയുന്ന എന്റെ ജീവിതത്തിൽ പറ്റിയ ഒരു തെറ്റിൽ നിന്ന് തന്നെ പറയാം. അതായത് ആരുടെ കാഴ്ചയുടെ പ്രശ്നമാണ്, കണ്ണിന്റെ പ്രശ്നമാണെന്ന് ചോദിച്ചു. 99% ഞങ്ങൾ ആണുങ്ങളുടെ പ്രശ്നമാണ്, ഒരു സംശയവുമില്ല. അത് വെറുതെ അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടി പറയുന്നതല്ല. എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒന്ന് സംസാരിക്കുകയും എൻ്റെ മുടി നല്ലതാണെന്നൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. 20-25 വർഷം മുമ്പാണ്. ഞാൻ ഇതിൽ നിന്നെല്ലാം വിചാരിച്ചത് എന്തത്, ആ കുട്ടിക്ക് എന്നോടൊരു സെക്ഷുവൽ താല്പര്യമുണ്ട്, ആ കുട്ടിക്ക് എന്നോട് ലൈംഗിക താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ വന്ന് പറയുന്നതെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. അപ്പൊ തെറ്റിദ്ധരിക്കുകയും അതിന്റെ ഫലമായി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുകയും ചെയ്തു. കുറെ കാലം ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അവളെന്നെ കാണുമ്പോൾ ചുമ്മാ കോംപ്ലിമെന്റ് ചെയ്യുന്നു, കുറച്ചുകൂടെ മുടിയുള്ള ഒരു പയ്യനെ കാണുന്നു, കോംപ്ലിമെന്റ് ചെയ്യുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നോർമൽ ഒരു അക്വൈന്റൻഷിപ്പോ ഇത് മാത്രമേ അവൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ടും കൺസെന്റ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ഫീമെയിൽ സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഞങ്ങളുടെ സെക്ഷുവാലിറ്റിയെ പോലാണെന്ന തെറ്റിദ്ധാരണകൾ കൊണ്ടും പലപ്പോഴും ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് അബദ്ധവും തെറ്റും കാര്യങ്ങളും പറ്റുന്നുണ്ട്. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ മെൻ ആർ ഫ്രം മാർസോ അല്ലെങ്കിൽ വി ടു സ്റ്റാർട്ട് വിത്ത് മാൻ, നമുക്ക് ആണുങ്ങളിൽ നിന്നാണ് വാല്യൂ എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത് കാര്യങ്ങൾ വരുന്നത്. അവിടെയാണ് ഞാനൊന്നും മെയിൽ ഷോവനിസ്റ്റ് അല്ല, പക്ഷേ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടെന്നും ആ വ്യത്യാസങ്ങളെ നമ്മൾ ബഹുമാനിക്കണമെന്നും മാത്രം നിലപാടെടുക്കുന്നതാണ്. അത് ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും തെറ്റിൽ നിന്നും കൂടെയാണ്. അതെ, ഇപ്പൊ ഇത് 4 മണിയാണ്. അപ്പൊ എല്ലാവരും ചായ കുടിക്കുന്ന സമയമാണ് പ്രേക്ഷകർ. അതുകൊണ്ട് ഞങ്ങളും എല്ലാവരും ചായ കുടിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ കയ്യിൽ ചായക്കപ്പ് ഉണ്ട്. രാഹുൽ ചായ കുടിച്ചോ, അതോ ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഞാനൊരു കോഫി അഡിക്റ്റ് ആണ്. ഞാൻ കോഫിയുടെ ഒരു അഡിക്റ്റ് ആണ്. ഞാൻ കാപ്പി അമ്മ തരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ദിവസം ഒരു 7-8 കാപ്പിയൊക്കെ ചിലപ്പോൾ കുടിക്കാറുണ്ട്. ഇപ്പം കോഫി കുടിക്കുന്നത് കുറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. ശരി, ഓക്കെ. രാഹുൽ, ഒരു ചോദ്യം ചോദിക്കട്ടെ. രാഹുൽ, ഇപ്പം ഈ ഹണിറോസുമായി ബന്ധപ്പെട്ട് നമുക്കിനി ആ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഹണിറോസുമായി ബന്ധപ്പെട്ട ആ വാർത്തയിൽ രാഹുലിന്റെ പ്രതികരണം അതിനപ്പോൾ നമ്മൾ എൻകൗണ്ടർ പ്രൈമിൽ നമ്മൾ കണ്ടതാണ്. 2 തവണ ഹാഷ്മിയോടും ഒപ്പം അനുജയോടും ഒക്കെ രാഹുൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയതുമാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. രാഹുൽ യുവാക്കളുടെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ. അപ്പോൾ ഈ മാറ്റം വരേണ്ടത് സ്വാഭാവികമായിട്ടും യുവാക്കളിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഹണി റോസിനെതിരായിട്ടുള്ള രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണം ശ്രദ്ധിക്കണമെന്ന് രാഹുൽ പറയുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരേണ്ടതാണെന്ന് രാഹുലിന് തോന്നുന്നില്ലേ? രാഹുലിന്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരേണ്ടതാണെന്ന് രാഹുലിന് തോന്നുന്നില്ലേ? കാരണം നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്, ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ്. പല രാജ്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു മ്യൂച്വലി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. രാഹുലിന് എപ്പോഴെങ്കിലും രാഹുലിന്റെ നിലപാട് മാറ്റണം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട്? അല്ല, അങ്ങനെയല്ല മാം. ശരിക്കും ഈ കാഴ്ചയും കാഴ്ചപ്പാടും ബന്ധപ്പെട്ടിരുന്നതാണ്. എനിക്ക് തുറന്നു പറഞ്ഞാൽ ഇനി അത് ഭാവിയിൽ വേറെ ആൾക്കാർ ട്രോൾ ആക്കുമെന്നറിയില്ല. എൻ്റെ ആദ്യ പുസ്തകം ഞാൻ 19-ാം വയസ്സിൽ എഴുതിയതാണ്. ആ 19-ാം വയസ്സിൽ എഴുതിയ പുസ്തകത്തിൽ അമിത ലിബറലിസത്തെയും ഓഷോ അടക്കമുള്ള ആൾക്കാരുടെ ചില നിലപാടുകളെയും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ഞാൻ ആ നിലപാടിൽ നിന്ന് മാറി അത് തെറ്റായിരുന്നു, കുറെ കൂടെ മോഡറേഷൻ വേണമെന്ന തിരിച്ചറിവിലാണ് വന്നത്. എനിക്ക് ഹണി റോസിനെ ബഹുമാനമാണ്. ആ ബഹുമാനമാണെന്നുള്ളത് വെറുതെ പഞ്ചാര പുരട്ടാൻ പറയുകയല്ല. ഹണി റോസിന്റെ ആദ്യ സിനിമയിലെ വില്ലനായ നാഷ് ഖാനും ഞാനുമാണ് എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം നാഷിനെ കുറിച്ച്, ഹണി റോസിനെ കുറിച്ചും ഹണി റോസിന്റെ വീട്ടുകാരെ കുറിച്ചും എല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്, വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ്. ഇപ്പം ഹണി റോസ് അല്ലാതെ ഒരാളെ കൂടെ വെച്ചു ഒരു എക്സാമ്പിൾ പറയാം. ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ്, അതേപോലെ അമല പോളിനെ എനിക്ക് ബഹുമാനമാണ്. അമല പോൾ നമ്മുടെ ആസിഫ് അലി എൻ്റെ സുഹൃത്തു കൂടെയാണ്. നമ്മുടെ ഒരു കോളേജിൽ ഇനോഗ്രേഷന് പോയി. അന്ന് അമല പോളിന്റെ ഡ്രസ്സ് കുറച്ച് എക്സ്ട്രാ റിവീലിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു കോളേജിൽ പോകുമ്പം പള്ളിയിലച്ചന്മാരൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി പൂജാരിമാരോ മൗലവിമാരോ ഇരിക്കുമ്പോൾ, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സഭയിൽ വരുമ്പോൾ ഒരു മിനി സ്കർട്ടും മറ്റും ഇട്ട് പോവുകയാണെങ്കിൽ അതൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കും. എന്തുകൊണ്ട് പയ്യന്മാർ? പക്ഷേ ഇതിൽ രാഹുൽ, എനിക്കൊരു ചോദ്യം ഇവിടെ ഉള്ളത്, ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇത് രാഹുൽ പറയുമ്പോഴാണ് രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യത്തിൽ അവിടെ മാനേജ്മെന്റ് എന്തെങ്കിലും തരത്തിൽ അവർ പ്രതിഷേധം അറിയിക്കുകയോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിൽ അവർക്ക് താല്പര്യമില്ല ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൽ എന്നൊക്കെ മാനേജ്മെന്റ് അമല പോളിനെ അറിയിച്ചതായെന്ന് നമുക്കറിയില്ല. രാഹുൽ ഇങ്ങനെ തുടർച്ചയായി വന്ന് പറയുന്നുണ്ട്. ഇല്ല, അമല പോൾ അടക്കം ഈ വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം ഡേറ്റ് ജൂലൈ 25, 2024. ജൂലൈ 25, 2024 അമല പോൾ തന്നെ ഈ വിഷയത്തെ അക്നോളജ്. ഞാൻ ചോദിക്കുന്നതല്ല, ഇതിലിപ്പോ രാഹുല് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ കോളേജ് മാനേജ്മെന്റ് ആണല്ലോ അതിലൊരു നിലപാട് പറയേണ്ടത്. അവർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായി എനിക്കറിയില്ല. രാഹുലിന് അറിയാമോ അങ്ങനെ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന തരത്തിലേക്ക്?
അല്ല കോളേജ് മാനേജ്മെന്റ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷൻ പോയപ്പോഴാണ്. ഞാൻ അവിടെ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കാര്യം പറയാം. വരുമ്പോ എന്താ ശരിക്കും സംഭവിക്കുക? അല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്ന് രാഹുൽ തന്നെ പറയുന്നുണ്ട്. രാഹുൽ, ഞാനൊന്ന് ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. ഈ സിനിമയുടെ പ്രൊമോഷൻ ആകുമ്പോൾ ഇപ്പോ നമ്മൾ ഈ കോളേജിൽ ആ കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഒരു ഡ്രസ് കോഡ് ഉണ്ടാകാം. എന്നാൽ അവിടെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിനേത്രി പോകുമ്പോൾ അവർ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് നമ്മൾ എന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ സാധാരണ ആര് എന്ത് ധരിക്കണമെന്ന് പറയാൻ മറ്റൊരാൾക്കും അവകാശമില്ല. അപ്പോൾ ഇവിടെ അഭിനേത്രി, താങ്കൾ തന്നെ പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പോയതാണ്. അതിനെന്താണ് കുഴപ്പം രാഹുൽ? അവിടെയാണ് മാം പറയുന്നത്. ഇത് കണ്ടോണ്ടിരിക്കുന്നവരോടെ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ വെറുതെ യൂട്യൂബിലോ ഗൂഗിളിലോ പോയി അതൊന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ കണ്ടതാണ് രാഹുൽ, നമ്മളൊക്കെ ഇത് കണ്ടതാണ് രാഹുൽ. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ, മാഡം എപ്പോഴെങ്കിലും ഇവിടെ കൂടെ നിൽക്കുന്നവർ രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട. കൂടെയുള്ള ആൺ സുഹൃത്തുക്കളോടോ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആണിനോടോ അല്ലെങ്കിൽ സഹോദരനോടോ സുഹൃത്തിനോടോ ചോദിച്ച് ആ വസ്ത്രം അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നു, അൺകംഫർട്ടബിൾ ഇൻ കോട്ട്സ് ആണ്, അൺകംഫർട്ടബിൾ ആക്കുന്നു എന്ന് ചോദിച്ചാൽ 99% ആൾക്കാരും സത്യസന്ധരാണെങ്കിൽ പറയും അത് നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും, പ്രൊവക്കേഷൻസ് ഉണ്ടാക്കും. അതൊരിക്കലും ഇല്ല രാഹുൽ. അതിന്റെ ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ മലയാളികൾ വർഷങ്ങളായി ശീലിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. വസ്ത്രധാരണത്തിൽ ഒരു ഔചിത്യം എന്നുള്ള ഒരു കാര്യമാണത്. അതിന് ഔചിത്യം എന്നാണ് പറയുക. ഇപ്പോൾ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളികളിൽ പോകുമ്പോൾ നമ്മൾ ഒരു വസ്ത്രം ധരിക്കുന്നു, മരണ വീടുകളിൽ പോകുമ്പോൾ മറ്റൊരു വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് വിശേഷ അവസരങ്ങളിൽ നൈറ്റ് ക്ലബിൽ ഇന്നലെ രാഹുൽ പറയുകയുണ്ടായി. അതൊക്കെ ഔചിത്യബോധത്തിന്റെ ഒരു കാര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അല്ല, അതൊരിക്കലും ഒരു നിയമപരമായ ഒരു കാര്യമല്ല രാഹുൽ. ഞാനൊന്ന് പൂർത്തിയാക്കി. അവിടെ ഒരു വേറൊരു പ്രശ്നമുണ്ട് രാഹുൽ. ഔചിത്യം എന്നത് ഒരാളുടെ അവകാശമാണ്. അതിനകത്ത് ഞാൻ എന്ത് വസ്ത്രം ധരിച്ചു പോകണം, അവിടെ ആരെങ്കിലും മൂക്കത്ത് വിരൽ വയ്ക്കുമോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിയമപരമായിട്ട് അതിൽ യാതൊരു തടസ്സങ്ങളുമില്ല. നിയമപരമായി തടസ്സമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇതുപോലെയുള്ള പരസ്യ പ്രസ്താവനകൾ, അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് പരിഹസിക്കാനോ അപമാനിക്കാനോ യാതൊരു അവകാശവും ഇല്ല എന്ന് ഓർക്കണം. അല്ല, ഒരു കാര്യം മാത്രം കറക്റ്റാ മാം, എന്നെക്കാട്ടി നല്ല വാക്കത് പറയുണ്ടായി. ഇനപ്രോപ്രിയേറ്റ്നെസ്, ഔചിത്യക്കുറവെന്നാണ് പലപ്പോഴും പറയുന്നത്. അതായത് നമ്മൾ നൈറ്റ് ക്ലബ്ബിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് അല്ല ഒരു ഇനോഗ്രേഷൻ ഇട്ടുകൊണ്ട് പോകുന്നത്. നാളെ ആരെങ്കിലും നൈറ്റ് ക്ലബ്ബിൽ പോകാം, അതിൽ ഒരു തെറ്റുമില്ല. പോകുമ്പോൾ കസവ് സാരി ഉടുത്ത് പോവുകയാണെങ്കിൽ ദേ വിൽ ബി ദി ബട്ട് ഓഫ് ജോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ദേ വിൽ ബി ദി, അല്ലെങ്കിൽ അവരെയാണ് അത്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ രാഹുൽ ഈ പ്രൊവോക്കേഷൻ എന്നൊരു വാക്ക് നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഒരു ആണിന് പ്രൊവോക്കേഷൻ ഉണ്ടാകുമെന്ന് കരുതി സ്ത്രീയെ നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കൂ എന്നൊരാണ് തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിർഭാഗ്യകരമായ മറ്റെന്തുണ്ട് രാഹുൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, പുരുഷന്മാർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകും, അവർ പ്രൊവോക്കേറ്റഡ് ആകും, അതുകൊണ്ട് സ്ത്രീകൾ ഇന്ന വസ്ത്രങ്ങളെ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആരാണ്? പുരുഷൻ. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സുള്ള സ്ത്രീകളെ വരെ റേപ്പ് ചെയ്യുന്ന ഈ കാലത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സഹോദരിമാരോ അതൊരു കോൺട്രഡിക്ടറിയാണ്. 3 വയസ്സുള്ള കുട്ടിയുടെ വസ്ത്രധാരണത്തിലെ പ്രശ്നം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? സ്ത്രീകളെ വരെ യാതൊരു മാന്യവും മയവും ഇല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന പെർവേർട്സുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതെ, അത് നമ്മുടെ പ്രശ്നമല്ല, അത് വസ്ത്രധാരണത്തിന്റെ പ്രശ്നമല്ല രാഹുൽ. പ്രശ്നം വേറെ കിടക്കുന്നത്. ഒബ്വിയസ്ലി അല്ലല്ലോ. 80 വയസ്സായ സ്ത്രീയോ 3 വയസ്സായ കുട്ടിയുടെ വസ്ത്രധാരണം അല്ലല്ലോ പ്രശ്നം. അത്തരം പെർവേർട്ടുകളുള്ള ഈ ലോകത്ത്, അത്തരം പെർവേർട്ടുകൾ പോലുമുള്ള ഈ ലോകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ ദുബായിലാണ്, അല്ലെങ്കിൽ ദുബായിലാണ് ലോകത്തിലെ ശരി. അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിലേക്ക് വന്നാൽ രാഹുൽ, ഇപ്പൊ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി, ഇനിയിപ്പോ അതിനെ നിയമപരമായി നേരിടുക എന്നതിലേക്ക് പോകുന്നു എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പോലീസ് അതിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകളിലൊക്കെ രാഹുൽ പറഞ്ഞത് എന്താണ് എന്നതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകാൻ പോകുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നത്? ഈ BNS എന്നൊക്കെ പറയുന്നത് കടുത്ത വകുപ്പുകളൊക്കെ ചുമത്തി തടവ് ശിക്ഷയിലേക്കൊക്കെ പോകാവുന്ന പല തരം വകുപ്പുകളൊക്കെ ഉള്ളതാണ്. അത് ഒരു കാര്യം മാത്രം, ഇന്നലെ അത് കൊടുത്തതിന്റെ കാര്യം, മകന്റെ പേര് യാഗ് എന്നാണ്. ഇന്നലെ യാഗിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഒരു സീൻ ഉണ്ടാവുന്നത് 2, പോലീസുകാരനെ എവിടെയും വളഞ്ഞിട്ട് പിടിക്കണ്ട. നല്ലൊരു ശതമാനം മീഡിയക്കാർക്കും എന്റെ വീട് അറിയാം, കാര്യം വീട്ടിലേക്ക് ക്യാമറാമാന്മാരെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പോലീസുകാർ ചോദിച്ചാൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് ലൊക്കേഷനും അയച്ചു കൊടുക്കാം. എന്റെ വീട്ടിൽ തന്നെ ഞാൻ കാണും, വേറെ എവിടെയും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി വളഞ്ഞിട്ട് ബോബി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ ഇപ്പോഴും? അതാണ് മാറ്റമുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അതിനുള്ള ഉത്തരം കിട്ടിയില്ല. കേസിനെ നിയമപരമായി നേരിടും. 1 ഇഞ്ച് പോലും വിമർശനം കൂടില്ല, കാര്യം കൂടേണ്ട കാര്യമില്ല. പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിൽക്കുകയാണ് അല്ലേ? എന്തോ 100, ഞാൻ ആ ചോദ്യം പൂർണ്ണമായി കേട്ടില്ല. പക്ഷേ 1 ഇഞ്ച് പോലും വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഹണി റോസിന് എല്ലാവിധ ആശംസകളും. ഹണി റോസിന്റെ സിനിമ മാറ്റി വെച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയ കണ്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതിനുമായി ബന്ധമില്ല. അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചിലത് പൂർത്തിയാകാനുണ്ട്, അതൊക്കെ കൊണ്ടാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്.
എന്തായാലും ആ സിനിമ വരുമ്പോ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞാൻ പോയി കാണും. ഇവരോടൊന്നും വ്യക്തിപരമായ വിരോധമല്ല. നേരത്തെ എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് വന്ന സിനിമ നമ്മുടെ രാജേഷ് ലണ്ടനിലുള്ള രാജേഷ് ജിയാണ് എടുത്തത്. നമ്മുടെ ഒരു അതിജീവിത അല്ലെങ്കിൽ ആദ്യം ഈ കേസുമായിട്ട് വന്ന വ്യക്തിയുടെയാണ്. ആദ്യ ദിവസം തന്നെ ഞാൻ പോയി കണ്ടു. ശ്രീ രാജേഷ് ജിയെ ഞാൻ അതിന് താങ്ക്സ് അല്ലെങ്കിൽ അതിന് കൺഗ്രാറ്റ്സ് പറയും. അതുകൊണ്ട് വ്യക്തിവിരോധമില്ല, ആശയപരമായ നിലപാട് മാത്രം. ശരി രാഹുൽ, എന്തായാലും കേസുമായിട്ടൊക്കെയുള്ള ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് വരാനുണ്ട്. എന്നാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഇതിപ്പോ പുരുഷന്മാർ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്ത്രീകളും വസ്ത്രധാരണത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട് സ്ത്രീകളെ കുറിച്ച്. അപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ മാത്രമല്ല ക്രിസ്റ്റീന, ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്, പണ്ടത്തെ കാലത്തല്ല. ഇപ്പോൾ എന്താ നമ്മൾ ജീവിക്കുന്നത് പല തരത്തിലുള്ള ആളുകളുടെ ഇടയിലാണ് അല്ലേ? പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ വസ്ത്രധാരണ രീതിയിലും ഒക്കെ മാറ്റം വരും. മാറ്റങ്ങളെ അംഗീകരിക്കണം. സ്ത്രീ പുരുഷ വേർതിരിവ് വേണം. ഇപ്പൊ സ്ത്രീകളുടെ മാത്രമല്ല, ഇപ്പൊ ഞാനൊരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുന്ന 100 സ്ത്രീകളും കാണും. അപ്പൊ അങ്ങനെ പുരുഷന്മാർ മാത്രമായിട്ട് ഞാൻ പറയണ്ട എന്നൊരു നമ്മുടെ വിമർശനം അത് ഏതറ്റം വരെ പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിമർശനത്തിന്റെ പേരിൽ അധിക്ഷേപം നടത്തുന്നത് അതൊക്കെ വേറെ ഒരു കാര്യമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ഭേദമില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ. അതിനകത്ത് ഞാൻ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല.